സംസാരിച്ച് ടേക്ക് ഓവർ ചെയ്തതാണ്. ആ ബാധ്യത പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അടച്ചു തീർക്കുകയുണ്ടായി. പാർട്ടി 3 കാര്യങ്ങൾ കുടുംബത്തോട് സംസാരിച്ച് ഒരു ധാരണയുണ്ടാക്കിയിരുന്നു. ആ 3 കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. നേരത്തെ 2 കാര്യം പൂർത്തീകരിച്ചു. അതിലൊന്ന് അവർക്ക് 20 ലക്ഷം കൈമാറിയ ഒന്നാമത്തെ കാര്യം. 2 അഹല്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 20 ലക്ഷത്തിൽ പരമുണ്ടായിരുന്ന രണ്ടാമത്തെ ബാധ്യത. ആ 2 കാര്യങ്ങളും നേരത്തെ പൂർത്തീകരിച്ചു. അഹല്യയിൽ 10 ലക്ഷം രൂപയ്ക്ക് അഹല്യയുമായി പാർട്ടി നേതൃത്വം ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം സംസാരിച്ച് 10 ലക്ഷം രൂപ കൊടുത്ത് അത് പൂർണ്ണമായും പരിഹരിക്കുകയുണ്ടായി. 3ാമത്തെ കാര്യമാണ് പെൻഡിംഗ് ഉണ്ടായിരുന്നത്. ആ പെൻഡിംഗ് ഉള്ള വിഷയം ഇന്ന് KPCC ബത്തേരി അർബൻ ബാങ്കിലെ കൺസേൺഡ് അക്കൗണ്ടിലേക്ക് അതിന്റെ ബാധ്യത തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് പരിഹരിച്ചു. യഥാർത്ഥത്തിൽ അവര് സത്യഗ്രഹം ഇരിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അത് കോൺഗ്രസിന് സമ്മർദ്ദമായതുകൊണ്ട് ആയിരുന്നില്ല? ഒരിക്കലുമല്ല. ഞാൻ പറയട്ടെ, ഈ സമ്മർദ്ദത്തിന്റെ കാര്യം ഇതിലില്ല. ആരെന്ത് പറയുന്നു എന്നുള്ളതല്ല പാർട്ടിയുടെ മുമ്പിലുള്ള പ്രശ്നം. KPCCക്ക് ഫണ്ടില്ലായിരുന്നു. പാർട്ടി നേതൃത്വത്തിന്റെ കയ്യിൽ പണമില്ല. പാർട്ടിയുടെ ദൈനംദിന ചെലവുകൾ പോലും നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ 2 കാര്യങ്ങളും പൂർത്തീകരിക്കുന്നതിൽ ചെറിയ കാലവിളംബം ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളത് അഡ്മിറ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ. 3ാമത്തെ കാര്യം ഞങ്ങൾ ചെയ്യില്ല എന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഇതിൽ ഇടപെട്ടതായിരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടില്ല, പാർട്ടി നേതൃത്വം പറഞ്ഞില്ല. ഞങ്ങൾ 3 കാര്യം പൂർത്തീകരിച്ച് നൽകും എന്ന് തന്നെയാണ് അന്നത്തെ സ്റ്റാൻഡും ഇന്നത്തെ സ്റ്റാൻഡും. ആ സ്റ്റാൻഡ് ഞങ്ങൾ പൂർത്തീകരിച്ച് ഇനി സത്യത്തിൽ ആ കുടുംബം സന്തോഷമായി. ഞാൻ എപ്പോഴും അവരോട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആശുപത്രിയിൽ പോയ സമയത്തും ഫോണിൽ അവര് പ്രയാസം പറയുന്ന സമയത്തുമൊക്കെ ഞാൻ അവരോട് പറഞ്ഞ കാര്യമുണ്ട്. പാർട്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾ സന്തോഷത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകാനും അത് ലോകത്തിന് മുമ്പിൽ കാണാനും വേണ്ടിയാണ്. ഇനി ആ കുടുംബം സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ, ഇതവർക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള അവസരമാകട്ടെ എന്നാണ് പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ആഗ്രഹവും പ്രാർത്ഥനയും.